ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, യോഹന്നാൻ 17:16 യേശു തൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കൂ. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. ആരാണ് ലൗകികർ? ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കുമായി മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നവരാണ് ലൗകികർ. ആത്മീയരും ദൈവത്തിൻ്റെ വഴിയിൽ വിശ്വാസമർപ്പിച്ചവരാണ്. നാം ക്രിസ്തുവിൽ സ്ഥാപിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ അത് ലോകത്തിലാണ് സ്ഥാപിക്കപ്പെടുക. ലോകത്തിൽ നിന്ന് വരുന്ന ചിന്തകളായിരിക്കും നമ്മെ ഭരിക്കുന്നത്. 1 യോഹന്നാൻ 2:15-16-17 കേൾക്കുക. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഇവിടെ ലോകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയിലെ മനുഷ്യർ സൃഷ്ടിക്കുന്ന ജഡികവും ഇന്ദ്രിയവും കാമവും നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളെയാണ്. സ്വാഭാവിക മനുഷ്യൻ ഈ ലോകത്തിൽ അകപ്പെട്ടിരിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ ഈ സ്വാഭാവിക മനുഷ്യനെ വിട്ട് ഒരു പുതു സൃഷ്ടിയായി മാറുന്നു. യേശു പരാമർശിക്കുന്ന ലോകമെന്നത് നാം ജീവിക്കുന്ന മണ്ഡലത്തെയല്ല, മറിച്ച് യേശുവിൻ്റെ പഠിപ്പിക്കലുകൾക്ക് വിരുദ്ധമായി ജീവിക്കുന്ന വ്യക്തികൾ സൃഷ്ടിക്കുന്ന അന്തരീക്ഷത്തെയാണ് അർത്ഥമാക്കുന്നത്. ഇങ്ങനെയുള്ള ലോകത്തെ വിശ്വാസികൾ മറികടക്കേണ്ടതുണ്ട്. വചനത്തിൽ ജീവിച്ചുകൊണ്ട് ഹൃദയശുദ്ധിയിലൂടെ നാം ക്രിസ്തുവിന് അനുരൂപരാകണം. ഈ ലോകത്തിൽ ജീവിക്കുന്നതിൽ വെല്ലുവിളിയുണ്ട്. ലോകത്ത് ഉണ്ടായതിനു ശേഷമുള്ള ഏറ്റവും മഹത്തായ സമയത്താണ് നാം ജീവിക്കുന്നത്. ഇത്രയധികം ശ്രദ്ധേയമായ കാര്യങ്ങൾ ചെയ്യാനും ലോകത്തിലെ പലതും കാണാനും അറിയാനും നിരവധി സൗകര്യങ്ങൾ നേടാനും നിരവധി ആഡംബരങ്ങൾ ആസ്വദിക്കാനും മനുഷ്യന് ഇതിനു മുമ്പ് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ യേശുവിൻ്റെ രാജ്യത്തിനായി വിളിക്കപ്പെട്ടവനാണ്. യോഹന്നാൻ 18:36 പീലാത്തോസിനോട് വ്യക്തമായി പറയുന്നുണ്ട്, യേശുവിൻ്റെ രാജ്യം ഐഹികമല്ല എന്ന്. ദൈവരാജ്യത്തിനായി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു വിശ്വാസി ഈ ലോകത്തിലെ ജഡമോഹങ്ങളിൽ കുടുങ്ങിക്കിടക്കരുത്. ചില വിശ്വാസികളെന്ന് അവകാശപ്പെടുന്നവർ ജഡത്തിൻ്റെതായ ദ്രവ്യാഗ്രഹത്തിലും മറ്റ് അഭിലാഷങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നതായി ഇന്ന് നമുക്ക് കാണാം. അവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു. ലൂക്കോസ് 9:25 കേൾക്കൂ. ഒരാൾ ലോകം മുഴുവൻ തൻ്റെ സ്വന്തമാക്കിയാലും സ്വജീവൻ നഷ്ടമാക്കുകയോ കൈമോശം വരുത്തുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം? അതേ സഹോദരങ്ങളെ, ഒരു ജഡമോഹങ്ങളും നമ്മെ കൊടുക്കരുത്. ഒന്നും വേണ്ട എന്ന് പറയുന്നില്ല. ഉദാഹരണം, നമുക്ക് വസ്ത്രം വേണം, ഭക്ഷണം വേണം, ആവശ്യത്തിന് പണം വേണം, കിടക്കാൻ ഒരിടം വേണം, അങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടതെല്ലാം വേണം, ശരി തന്നെ. എന്നാൽ ഇവയെ ഒരു പരിധിക്കപ്പുറം നമ്മെ കീഴ്പ്പെടുത്താനിടയാക്കരുത്. ഉദാഹരണത്തിന് വസ്ത്രത്തിൻ്റെ കാര്യമെടുക്കുക. ആഡംബരപ്രിയരായ ഒരു പരിധിക്കപ്പുറം അതിൽ കീഴ്പ്പെടാനിടയാകരുത്. ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിൽ ജീവിക്കാനായി ഭക്ഷിക്കുന്നതും ഭക്ഷിക്കാനായി ജീവിക്കുന്നതും വ്യത്യാസമുണ്ടല്ലോ. പണത്തിൻ്റെ കാര്യമായാൽ നമുക്ക് പണം ആവശ്യമാണ്, ശരി തന്നെ. എന്നാൽ പണത്തിൽ ആശ്രയം വെച്ച് അത് സമ്പാദിക്കാനായി എല്ലാം ത്യജിച്ച് ഓടുന്നവരുണ്ട്. അവരാണ് ദ്രവ്യാഗ്രഹികൾ. ഇങ്ങനെയുള്ള ലോകത്തിൻ്റെ മോഹങ്ങളെല്ലാം ജഡമോഹത്തിൽപ്പെടുന്നു. ഈ കാര്യങ്ങൾ നമ്മെ ലോകത്തിൻ്റെ മിത്രങ്ങളാക്കുന്നു. ഇവരെക്കുറിച്ച് യാക്കോബ് 4:4 പറയുന്നത് ഇത്തരത്തിലുള്ള ലോകത്തിൻ്റെ മിത്രങ്ങൾ ദൈവത്തിൻ്റെ ശത്രുക്കളാകുന്നു എന്നാണ്. വെളിപാട് 21:8 ഇവർക്ക് ലഭിക്കാനിരിക്കുന്ന ഇടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വായിച്ചു നോക്കണം സഹോദരങ്ങളെ. ചുറ്റുമുള്ള നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് പലതും മനസ്സിലാക്കാനാകും. ഒരു രാത്രി കൊണ്ട് ഈ ലോകത്തിൻ്റെതായി സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ട പലരെയും നാം കണ്ടില്ലേ? അവർ മാത്രമായി അവശേഷിച്ചു. ലോകമോഹത്തിലാണ് അവർ കുടുങ്ങിക്കിടക്കുന്നതെങ്കിൽ ആ അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ യേശു നൽകുന്ന ഒരു രാജ്യത്തിലാണ് അവരുടെ അടിസ്ഥാനമെങ്കിൽ അവർക്ക് ലോകത്തിൻ്റെ കഷ്ടതകൾ മറികടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല സഹോദരങ്ങളെ. ഇന്ന് ഈ കഷ്ടതകൾ അവർക്കാണെങ്കിൽ നാളെ നമുക്കാണ്. അതിനാൽ ശാശ്വതമായ ഒരു രാജ്യത്തിൽ അടിസ്ഥാനമിട്ട് നമുക്ക് ഏത് കഷ്ടതയെ നേരിടാൻ തയ്യാറാകാം.
അതിനായി നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ഒരുക്കാം. യേശു ഈ ലോകത്തെ ജയിച്ചതുപോലെ നമുക്കും ജയിക്കാനാകും. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.